അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിൽ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ആർ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. Then now we want to discuss the center of mass of a rigid body. Then actually what do you mean by a rigid body? Suppose we have a body having this shape and it consists of number of small particles. So for a rigid body there is no change in shape. അതായത് നമ്മുടെ ഒരു റിജിഡ് ബോഡി, നമ്മുടെ ഒരു ഒബ്ജക്റ്റിന് ഇതിനൊരു ഷേപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ ഇതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, ഇതിന്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? നോ. എപ്പം നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടുന്ന് ഇങ്ങോട്ട് എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പാർട്ടിക്കിളിന്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല അല്ലെ. ഒരു വ്യത്യാസവും ഈ ഒരു പാർട്ടിക്കിളിന്റെ ഷേപ്പിൽ ഉണ്ടാവില്ല. ഇത്തരം ബോഡീസിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ ഓരോ പാർട്ടിക്കിൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഈ പാർട്ടിക്കിൾ തമ്മിൽ, ഇതിൽ ഓരോ പാർട്ടിക്കിൾ തമ്മിലും ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഈ പാർട്ടിക്കിൾ തമ്മിലുള്ള ഈ ഡിഫറൻസ് ഒന്നും എന്താണ്, ചേഞ്ച് ആവോ? ഇല്ല, അതൊക്കെ ഫിക്സഡ് ആയിരിക്കും. സോ ദർ ഇസ് നോ ചേഞ്ച് in distance between any 2 particle in the system when an external force is applied. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഫോഴ്സിൽ എന്ത് ചെയ്യും, ടോട്ടൽ ഈ റിജിഡ് ബോഡിയുടെ ഷേപ്പ് മാറുന്നില്ല. അതുപോലെ ഇതിൽ ഓരോ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസും എന്താണ്, റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അത്തരം ഒബ്ജക്റ്റിനാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മള് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഇതിന്റെ ഷേപ്പ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതായത് ഈ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ആയ മാത്രമല്ലേ ഷേപ്പ് മാറൂ? അങ്ങനെ മാറുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും അവിടെ ഷേപ്പിൽ എന്താവുന്നില്ല, ഒരു മാറ്റവും വരുന്നില്ല. അല്ലെങ്കിൽ എനി 2 പാർട്ടിക്കിൾ, ഏതൊരു 2 പാർട്ടിക്കിൾ തമ്മിൽ നമ്മൾ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്താലും അതിന്റെ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പാർട്ടിക്കിൾ ഓഫ് ദ റിജിഡ് ബോഡി റിമൈൻസ് അൺചേഞ്ച്ഡ്. എപ്പം when there is an external force is applied. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഈ ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസിൽ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ യാതൊരുവിധ ചേഞ്ചും ഇല്ല. അത്തരം കേസസ് ആണ് നമ്മളൊരു റിജിഡ് ബോഡി എന്ന് പറയാം. ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, ഈ റിജിഡ് ബോഡി നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഓരോ പാർട്ടിക്കിളും മോഷനിലാണ് അല്ലെ. പക്ഷെ അവിടെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവോ? ഇല്ല അല്ലെ. ഒരേപോലെയല്ലേ മൂവ് ചെയ്യുന്നത്. അതായത് പാർട്ടിക്കിളിന് എക്സ്റ്റേണൽ ഫോഴ്സിൽ സെയിം ആണ്, അത് മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താണ് ഈ സെന്റർ ഓഫ്, നമ്മൾ ഈ ഒരു റിജിഡ് ബോഡിയുടെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഒരു ബോഡി, ഈ ഒരു എൻറ്റയർ ബോഡിയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടാവും അല്ലെ. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു റിജിഡ് ബോഡിക്കും എന്ത് ഉണ്ടാവും, ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതൊരു ഒബ്ജക്റ്റിനും സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. അപ്പൊ ഫോർ എ റിജിഡ് ബോഡി ആണെങ്കിൽ അതിന്റെ ഒന്ന് പറയുകയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്തായിരിക്കും, ആ ഒരു ഒബ്ജക്റ്റിനുള്ളിലായിരിക്കും, ചിലപ്പോൾ അത് പുറത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് എൻ എൽ ഷേപ്ഡ്, അതായത് ഒരു എൽ ഷേപ്പ് ഒക്കെ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് ഒരിക്കലും ഈ ഒരു ഒബ്ജക്റ്റിലായിരിക്കില്ല, പുറത്തായിരിക്കും. അതുപോലെ നമ്മളിപ്പോ ഒരു റിംഗ് അല്ലെങ്കിൽ ഒരു സ്ഫിയർ ഒക്കെ ആണെങ്കിൽ അതിന്റെ സെന്ററിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ്. അങ്ങനെ ഈ ഷേപ്പിനനുസരിച്ച് അതിന്റെ സെന്റർ ഓഫ് മാസ്, അതിന്റെ പൊസിഷൻസ് അത് മാറുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, സെന്റർ ഓഫ് മാസ് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഓഫ് ദി ബോഡി, അതായത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ അധികം സിമെട്രി, അതായത് ഈ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതിന്റെ മാസ് ഇവിടെയാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ആയിരിക്കും സെന്റർ ഓഫ് മാസ്. സപ്പോസ് ഒരു ഭാഗത്ത് മാത്രം ഒരുപാട് വെയിറ്റ് അല്ലെങ്കിൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ അല്ലെങ്കിൽ എന്തായിരിക്കും, അതിനനുസരിച്ച് സെന്റർ ഓഫ് മാസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സെന്റർ ഓഫ് മാസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് അല്ലെ. ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് മാസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അല്ലേ.
മാസിന്റെ ഡിസ്ട്രിബ്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒന്ന് രണ്ട് സിമ്പിൾ പോയിന്റ് ആണ് ജനറൽ ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക കേട്ടോ. ഇനി നോക്കൂ, നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മള് ഒരു റിജിഡ് ബോഡി എന്താന്ന് പറഞ്ഞു അല്ലെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ അതിന്റെ ഷേപ്പിൽ ചേഞ്ച് ആവുന്നില്ല, അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ആവുന്നില്ലെങ്കിൽ അത്തരം ഒബ്ജക്റ്റിനാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുക അല്ലെ. ഇനി സെന്റർ ഓഫ് മാസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഓരോ ഷേപ്പിനനുസരിച്ച് സെന്റർ ഓഫ് മാസ് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസസ്, എങ്ങനെ ആ ഒരു ഒബ്ജക്റ്റിലും അതിന്റെ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ചും എന്തായിരിക്കും സെന്റർ ഓഫ് മാസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ സെന്റർ ഓഫ് മാസ് ഈസ് ഐദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് അല്ലെ. ഒരു എൽ ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പ് ഉള്ള ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്തായിരിക്കും, അത് പുറത്തായിരിക്കും, ഒരിക്കലും ഉള്ളിലായിരിക്കില്ല. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നോക്കൂ, നമുക്ക് അധികവും സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു റെഗുലർ ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റിലാണെങ്കിൽ അത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ തന്നെ, അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ സിമെട്രിയിൽ തന്നെയായിരിക്കും. അതായത് ആ ഒരു ഒബ്ജക്റ്റിന്റെ സിമെട്രിക്ക് അനുസരിച്ച് എന്തായിരിക്കും, അതിന്റെ സിമെട്രിയിൽ തന്നെയായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഫിയർ ഒക്കെ ആണെങ്കിൽ അതിന്റെ സെന്ററിൽ തന്നെയായിരിക്കും സെന്റർ ഓഫ് മാസ്. ഇനി ഇപ്പൊ ഒരു റെഗുലർ ഷേപ്ഡ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യുന്നുണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് അത്തരത്തിലുള്ള ഒരു റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എങ്ങനെയാണ്, അതിന്റെ മോഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിന് നമുക്കൊരു ഇക്വേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിജിഡ് ബോഡി കൺസിഡർ ചെയ്തു അല്ലെ. ഇതാണ് നമ്മുടെ റിജിഡ് ബോഡി. അതിൽ എങ്ങനെയാണ് മാറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതല്ലേ അല്ലെ. നിങ്ങൾ നോക്കൂ, മാസ് അല്ലെങ്കിൽ അതിന്റെ മാസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലെ. ആക്ച്വലി നമ്മൾ സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ RC അല്ലെങ്കിൽ RC ഈക്വൽ ടു എങ്ങനെയാണ്, m1 r1 പ്ലസ് m2 r2 or x1 അല്ലെ, x2 പ്ലസ് എക്സെട്ര. അല്ലെങ്കിൽ 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ ഇതന്നെ m1 പ്ലസ് m2 അല്ലെ. ഇങ്ങനെയല്ലേ നമ്മള് സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ പിന്നെ ഈ RCM R ഓഫ് സെന്റർ ഓഫ് മാസ്, അതായത് പൊസിഷൻ വെക്ടർ ഓഫ് ദി സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ, ഇത് നമ്മളൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിലാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു 2 പാർട്ടിക്കിൾ ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാന്നുള്ളതായിരുന്നു അല്ലെ. നൗ വി വാണ്ട് മൂവ് ടു ദി കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കൂ. ഇതേപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല. അവിടെ n പാർട്ടിക്കിൾസ് ഉണ്ടാവും വിചാരിക്കൂ, ഇവിടെ n മാസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരിക, ദാറ്റ് ഈസ് m1 x1 അല്ലെ പ്ലസ് m2 x2 പ്ലസ് എക്സെട്ര പ്ലസ് എത്ര വരെ ആഡ് ചെയ്യണം, ഈ എൻറ്റയർ മാസസിൽ വരെ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എത്ര മാസാണോ ഉള്ളത് അത്രയും മാസ് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിപ്പോ എത്ര പാർട്ടിക്കിൾ ആണെന്ന് അറിയില്ല അല്ലെ. അതുപോലെ ഇതിൽ എങ്ങനെയാ കണ്ടിന്യൂസ് സമ്മേഷൻ അല്ലേ. അപ്പൊ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സം ചെയ്ത് പോവല്ലേ ഓരോ മാസം. ഈ ഒരു കംപ്ലീറ്റ് റിജിഡ് ബോഡിയുടേത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോവാണ്. സോ വി ക്യാൻ റിമൂവ് ദിസ് ഇൻടു ഇന്റഗ്രേഷൻ അല്ലെ. നമുക്ക് ഇത് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് സമ്മേഷനെ നമുക്ക് ഇന്റഗ്രേഷൻ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ. Then how we can write this equation, that is in terms of integral RCM is equal to integral. എന്താ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഈ x1 x2 എന്ന് പറഞ്ഞ ഇൻ ജനറൽ R അല്ലേ, R dm എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ് കേട്ടോ. മാസ് അല്ലേ ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. R dm ഡിവൈഡഡ് ബൈ ആഡ് ചെയ്യുന്ന മാസ് ഇന്റഗ്രൽ dm. അപ്പൊ ജനറലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മോൾ എലമെന്റ്, അതായത് ഇവിടെ നമ്മൾ ഒരു സ്മോൾ എലമെന്റ് dm എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഹോൾ ബോഡിയെ അല്ല നമ്മൾ ആദ്യമേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അങ്ങനെ വലിയൊരു ക്ലാസ്സിനെ കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്മോൾ പോർഷനെ പഠിക്കൂ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് എൻറ്റയർ ക്ലാസ്സിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ നമ്മൾ പഠിക്കൂ. ദെൻ ഈ ഒരു ചെറിയ പാർട്ടിന്റെ കേസ് നമ്മൾ എന്ത് ചെയ്യും, എൻറ്റയർ ആ സിസ്റ്റത്തില് മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൊത്തം
കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലെ. അപ്പൊ ആർ ഡി എം അല്ലെ ഡി എം എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെന്റിന്റെ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആർ സി എം ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഡി എം ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഡി എം. നൗ അപ്പൊ നമുക്കറിയാം ഇതൊരു ആർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന്റെതാണ്. ഈ ഒരു ഇത് നമുക്ക് അതിനൊരു എക്സ് കോർഡിനേറ്റ് അല്ലെ, സെന്റർ ഓഫ് മാസ് ആയാലും ഒരു 3D ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, വൈ കോർഡിനേറ്റ് ഉണ്ടാവും, സെഡ് കോർഡിനേറ്റ് ഉണ്ടാവും അല്ലെ. അപ്പം ഇതിനെ ഓരോന്ന് എക്സിൽ എത്ര അതിന്റെ പൊസിഷൻ എവിടെയാണ് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ആറിൽ എന്തൊക്കെ ഉണ്ട്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ അല്ലെ. ഒരു എക്സ് കമ്പണന്റ് ഉണ്ട്, ഒരു വൈ കമ്പണന്റ് ഉണ്ട്, ഒരു സെഡ് കമ്പണന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഇന്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഡി എം അല്ലെ. ഇതുപോലെ അതിനൊരു വൈ കമ്പണന്റ് ഉണ്ടാവില്ലേ, വൈ സി എം ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ വൈ ഡി എം ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഡി എം. സിമിലർലി വി ഹാവ് എ സെഡ് കമ്പണന്റ് അല്ലെ, സെഡിലും ഉണ്ടാവും. സെഡ് സി എം ഈക്വൽ ടു ഇന്റഗ്രൽ സെഡ് ഡി എം ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഡി എം അല്ലെ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായില്ലേ. അപ്പൊ അതൊരു എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും, സെഡ് ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു സെഡ് കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു കണ്ടിന്യൂസ് ഒരു റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് എവിടെയായിരിക്കും സെന്റർ ഓഫ് മാസ് എന്നുള്ളതല്ലേ. പൊസിഷനാണ്, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷനാണ് ഈ എക്സും വൈയും സെഡും കൂടെ നമുക്ക് തരുന്നത്. ഇൻ ജനറൽ നമുക്ക് ആറ് തരുന്നത് എന്താണ്? എവിടെയാണ് നമ്മുടെ സെന്റർ ഓഫ് മാസ്, സെന്ററിലാണോ? അപ്പൊ ഇതിന് ഒരു ഡയമെൻഷൻ കിട്ടും. അത് ഒരു എൽ ലെങ്ത് ഉള്ള ഒരു റോഡൊക്കെ ആണെങ്കിൽ ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ L/2 അതിന്റെ സെന്ററിലായിരിക്കും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. എങ്ങനെയാണ് സെന്റർ ഓഫ് മാസിന്റെ മോഷൻ? അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറച്ച് ഒന്ന് രണ്ട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സെന്റർ ഓഫ് മാസിന്റെ മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് വേറെ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇവിടെ ഡെറിവേഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. സോ ഇനി മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു n പാർട്ടിക്കിൾ ഒരു സിസ്റ്റം ഉണ്ട്, അതിൽ n പാർട്ടിക്കിൾസ് ഉണ്ട്. എത്ര പാർട്ടിക്കിൾ ഉണ്ട്? ഒരു n പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന്റെ മോഷൻ ആണ്. അപ്പൊ ഈ ഒരു n പാർട്ടിക്കിളിന്റെ മോഷൻ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ നോക്കണം. അപ്പൊ ഈ ഒരു n പാർട്ടിക്കിൾസിന്റെ മാസ് ആണ് എന്ത്? m1, m2, m3 എക്സെട്ര mn അല്ലെ. n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ mn മാസും ഉണ്ടാവും അല്ലെ. ദെൻ m എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് m എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ മാസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തില് നമ്മൾ ഈ ഒരു ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? മാസസ് കൂടുകയോ കുറയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. That is, there is no mass enter or leave the system during the motion. അതായത് m എന്താണ്? റിമൈൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ടോട്ടൽ മാസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അവിടെ ഒന്നും എമ്മില് വേരിയേഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ നമുക്ക് ഓരോന്ന് എങ്ങനെ എഴുതാം? സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ m r. അതായത് m എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് മാസ് ആണ്. ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. അതിന്റെ പൊസിഷൻ ആണ് r എന്ന് പറഞ്ഞാല്. mr ഈക്വൽ ടു നമുക്കിതില് അതായത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇതിന്റെ ഓരോ കേസസിലെ നമ്മൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ മാസും r എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ അതിന്റെ പൊസിഷനും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് അല്ലെങ്കിൽ നമുക്ക് ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? r ഈക്വൽ ടു അല്ലെങ്കിൽ r ഈക്വൽ ടു അല്ലെങ്കിൽ mr എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു m1 r1 പ്ലസ് m2 r2 പ്ലസ് എക്സെട്ര പ്ലസ് mn rn. അപ്പൊ എന്തായി എഴുതിയത്? അതായത് നിങ്ങൾ നോക്കൂ, ആ ഒരു സിസ്റ്റത്തിലെ m1 പാർട്ടിക്കിളിന്റെ പൊസിഷൻ ആണ് r1, m2 പാർട്ടിക്കിളിന്റെ പൊസിഷൻ ആണ് r2, അങ്ങനെ nth പാർട്ടിക്കിളിന്റെ പൊസിഷനാണ് rn എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് ഈക്വൽ ടു എന്തായിരിക്കും? ഈ ടോട്ടൽ മാസിനെ ഇതിനെ എല്ലാത്തിനെയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നതല്ലേ നമ്മുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എം എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ആണ്, r എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പൊസിഷൻ ആണ്.
സോ എം ആർ ഈക്വൽ ടു M1R1. അതായത് ഈ ഒരു ഹോൾ സിസ്റ്റത്തെ നമുക്ക് ഈ MR എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തൂടെ? അപ്പൊ ദിസ് ഈക്വൽ ടു ദിസ് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ ഇതിൽ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ഓഫ് ദി അല്ലെ, സെന്റർ ഓഫ് മാസിന്റെ പിന്നെ ആ ഒരു ടോട്ടൽ മാസ് ആണ് M എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ എന്താണ്? പൊസിഷൻ വെക്ടർ ആണ് എന്തിന്റെ? സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ് ഇത് എന്ന് പറയുന്നത്, R എന്ന് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്ക് പിന്നെ ഈ ത്രൂ ഔട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ആറിനെ കൊണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷന് പിന്നെ ടൈമിനെ കൊണ്ട് dt യെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് m into dr by dt. അതേപോലെ നമുക്ക് ലെഫ്റ്റിൽ ഒരു ചേഞ്ച് വന്നാൽ റൈറ്റിൽ ഒരു ചേഞ്ച് വരുത്തണം അല്ലെ. ദാറ്റ് ഈസ് എങ്ങനെയാ വരിക? m1 dr1 by dt പ്ലസ് m2 dr2 by dt അല്ലെ. dt പ്ലസ് എക്സെട്ര പ്ലസ് mn drn by dt അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, dr by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി അല്ലെ. ദാറ്റ് ഈസ് m into v എന്ന് എഴുതാം. കാരണം ഇത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറിന് വിത്ത് റെസ്പെക്ട് ടു ടൈമിലുള്ള ചേഞ്ച് ആണ്. സോ അത് നമുക്ക് v എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് എഴുതാം. v എന്താണ്? അപ്പൊ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് അല്ലെ. അപ്പൊ v യെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ആണ് v. അപ്പൊ ഇത് നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് അതിലെ ഓരോ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് അല്ലെ. ദാറ്റ് ഈസ് m1 dr1 by dt v1 പ്ലസ് m2 v2 എക്സെട്ര പ്ലസ് mn vn എഴുതാൻ പറ്റൂ അല്ലെ. ദാറ്റ് ഈസ് mn vn എഴുതാം അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, mv ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര പ്ലസ് mn vn. അപ്പൊ നിങ്ങൾ നോക്കൂ, ആക്ച്വലി mv എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം അല്ലേ. അപ്പൊ m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര പ്ലസ് mn vn എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്ലസ് 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 ആഡ് ചെയ്ത് പോയതാ അല്ലെ. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ലീനിയർ മൊമെന്റം അല്ലേ ഈ റൈറ്റ് സൈഡിലുള്ളത് അല്ലെ. m1 v1 m into v p which is equal to p അല്ലെ. ദാറ്റ് ഈസ് p1 പ്ലസ് p2 പ്ലസ് p3 എക്സെട്ര പ്ലസ് pn. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സിസ്റ്റത്തിന്റെ ലീനിയർ മൊമെന്റം ആണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ലീനിയർ മൊമെന്റം ആണ് റൈറ്റ് സൈഡിൽ ഉള്ളത് അല്ലെ. അപ്പൊ ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം, സോ ദ ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് ഓർ കോൺസ്റ്റന്റ് അല്ലെ. ടോട്ടൽ എന്താണ്? ലീനിയർ മൊമെന്റം അവിടെ കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അപ്പൊ അവിടെ ഇൻ ജനറൽ നമുക്ക് ഈ ഒരു p1 p2 ഇതിനെ നമുക്ക് എങ്ങനെ ജനറലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതൊരു കണ്ടിന്യൂസ് സമ്മേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിനെ സിഗ്മ എം കെ വി കെ എന്ന് എഴുതാം അല്ലെ. എം കെ വി കെ എന്ന് എഴുതിക്കൂടെ? സോ വി വെലോസിറ്റിക്ക് മാത്രം ഒരു എക്സ്പ്രഷൻ എഴുതാം. വി ഇസ് ഈക്വൽ ടു എം, ഇത് സ്മോൾ ആണ്, സ്മോൾ എം കെ വി കെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം എന്ന് എഴുതാം അല്ലെ. ഈ എം ഇങ്ങോട്ട് കൊണ്ടുപോയി. സോ അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്തു? വെലോസിറ്റിക്ക് നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി അല്ലെ. വെലോസിറ്റിക്ക് നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കൂ, അപ്പൊ വെലോസിറ്റിക്ക് നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കൂ, വി ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞല്ലേ. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ലെങ്കിൽ ഇവിടെ എന്താണ്? ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് മൊമെന്റം എന്താണ്? കൺസേർവ്ഡ് ആണ് അല്ലെ. അതായത് ഈ എം വി ഈക്വൽ ടു എന്താണ്? ഇത് കൺസേർവ്ഡ് ആണ്. സോ എം വി ഈക്വൽ ടു ഓക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആണ്. സോ എം വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ, കൺസേർവ്ഡ് ആണ്. ദാറ്റ് ഈസ് ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ എങ്ങനെയാണ്? ദാറ്റ് ഈസ് എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു 0. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അവിടെ എന്താണ്? ടോട്ടൽ ലീനിയർ മൊമെന്റം. ടോട്ടൽ ലീനിയർ മൊമെന്റം എങ്ങനെയാണ്? മൊമെന്റം ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഓർ കൺസേർവ്ഡ് ആയിരിക്കും അല്ലെ. കോൺസ്റ്റന്റ് ഓർ കൺസേർവ്ഡ് നമുക്ക് പറയാൻ പറ്റൂല്ലേ. അപ്പൊ നമുക്ക് എം വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വി എന്താണ്? വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ ഈ വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി അല്ലേ.
വി എന്ന് പറഞ്ഞാല് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ് എന്നാണ് കണ്ടത് അല്ലെ. അപ്പൊ നമ്മള് ഏത് പോർഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് അല്ലെ. സെന്റർ ഓഫ് മാസിന്റെ മോഷൻ എങ്ങനെയെന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു ഡെറിവേഷൻ നമുക്ക് എന്ത് കിട്ടി? വി ഒരു കോൺസ്റ്റന്റ് ആണ്. വി മാറുന്നുണ്ടോ? അല്ല അല്ലെ. ദ വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. എപ്പം? എല്ലാ സമയത്തും ആണോ? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ബി അപ്ലൈഡ്. അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? അത് കോൺസ്റ്റന്റ് ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്ക് ഇപ്പൊ ഒരു ഇൻ ദ കേസ് ഓഫ് ഒരു ന്യൂക്ലിയർ ഒരു പാർട്ടിക്കിൾ ഇനിഷ്യലി എന്താണ് ഒരു ന്യൂക്ലിയർ ഫിഷൻ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഡീകെ നടക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യുന്നുണ്ട്? അതേ വെലോസിറ്റിയിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്, അത് കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.